കായംകുളം രാജ്യം പിടിച്ചടക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രാമയ്യൻ ദളവ തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ചാരത്വവും സ്വീകരിച്ചുകൊണ്ട് ഒരിക്കൽ വേഷം മാറി കായംകുളത്ത് ചെന്നു. രഹസ്യമായി അവിടുത്തെ സ്ഥിതിഗതികൾ അന്വേഷിച്ചു. രാജ്യവും വംശവും നശിക്കാൻ തക്കവണ്ണമുള്ള ചില ദുർനടപ്പുകൾ രാജാവിനുള്ളതായി ദളവയ്ക്ക് അറിവ് കിട്ടി. എന്നാലും അവിടെ ഐശ്വര്യം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്? അദ്ദേഹം വീണ്ടും അന്വേഷിച്ചു. അപ്പോൾ ആ രാജാവിൻ്റെ തേവാരപ്പുരയിൽ ഒരു ശ്രീചക്രം ഇരിക്കുന്നുണ്ട് എന്നും അത് എല്ലാ ലക്ഷണങ്ങളും ഒത്തതാണ് എന്നും അതിൻ്റെ പൂജ എന്നും അവിടെ കൃത്യമായി നടക്കാറുണ്ടെന്നും അറിഞ്ഞു. അതവിടെ ഇരിക്കുന്ന കാലത്തോളം ആ രാജ്യത്തിനും രാജവംശത്തിനും ദിനം പ്രതി ഐശ്വര്യം വർദ്ധിക്കുകയല്ലാതെ ഒരിക്കലും നാശം ഉണ്ടാകുന്നതല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എങ്ങനെയെങ്കിലും ഈ ശ്രീചക്രം തട്ടിയെടുത്ത് കൊണ്ടുപോകണം എന്ന് ദളവ തീർച്ചപ്പെടുത്തി. അനന്തരം അദ്ദേഹം ഒരു ഭ്രാന്തന്റെ വേഷം ധരിച്ച് തേവാരപ്പുരയുടെ അടുക്കൽ ചെന്നുകൂടി. വല്ലതുമൊക്കെ അസംബന്ധങ്ങൾ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കും എന്നല്ലാതെ അദ്ദേഹം അവിടെ ഉപദ്രവമൊന്നും ചെയ്തില്ല. കൂടാതെ അതിരാവിലെ കുളിച്ച് ഭസ്മക്കുറിയൊക്കെ ഇട്ട് പൂക്കൾ ഒരുക്കി കൊടുക്കുക, പൂജാപാത്രങ്ങൾ തേച്ചു മുക്കിക്കൊടുക്കുക മുതലായ ചില ഉപകാരങ്ങൾ ചെയ്തും പോന്നു. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഈ സാധു മനുഷ്യന് അല്പം ഭ്രാന്തുണ്ടെങ്കിലും ഉപദ്രവിയല്ല എന്ന ഒരു വിശ്വാസം അവിടെ എല്ലാവർക്കും ഉണ്ടായി. പൂജക്കാർ രാവിലെ കുളിച്ചു വന്ന് നിർമാല്യം വാരി പുറത്തിട്ടാൽ ഉടനെ ഈ ഭ്രാന്തൻ അതെല്ലാം വാരി ഒരു വട്ടിയിലാക്കി തലയിൽ വെച്ചുകൊണ്ട് കോട്ടവാതിൽക്കൽ ചെല്ലും. അവിടെ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരോട്, ഇതാ ശ്രീചക്രം ഞാൻ കൊണ്ടുപോകുന്നു, വേണമെങ്കിൽ പിടിച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും എന്ന് പറയും. അങ്ങനെ രാജാവിരിക്കുന്ന മാളികയുടെ ചുവട്ടിലും ചെന്ന് നിന്ന്, ഇതാ ശ്രീചക്രം ഞാൻ കൊണ്ടുപോവുകയാണ്. ഇവിടുത്തെ ചോറ് തിന്നുന്ന പട്ടാളക്കാർ നന്ദിയില്ലാത്തവരാണ്. അവരോട് ഞാൻ വിവരം പറഞ്ഞിട്ട് അവർ എന്നെ പിടിച്ചില്ല. അവിടുന്നും മൗനം അവലംബിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശ്രീചക്രം പോകും, ഇവിടം നശിക്കുകയും ചെയ്യും. പിന്നെ വിചാരിച്ചാൽ ഫലമൊന്നും ഉണ്ടാവുകയില്ല. ഇങ്ങനെ വിളിച്ചു പറയും. ഇത് കേട്ട് പട്ടാളക്കാരും രാജാവിൻ്റെ ആൾക്കാരും 2-3 ദിവസം ഭ്രാന്തന്റെ വട്ടി പരിശോധിച്ചു. അതിൽ പൂക്കളല്ലാതെ ഒന്നും കണ്ടില്ല. പിന്നെ അയാൾ വിളിച്ചു പറഞ്ഞാൽ, ഓഹോ, കൊണ്ടുപോയിക്കോളൂ, ഇവിടെ ആർക്കും ശ്രീചക്രം വേണ്ട എന്ന് എല്ലാവരും പറയുകയും പതിവായി. ഇപ്രകാരം ഏകദേശം 6 മാസത്തോളം കാലം പതിവായി ചെയ്തതിൻ്റെ ശേഷം ഒരു ദിവസം തേവാരപ്പുരയിൽ പൂജാരി ഇല്ലാത്ത നേരം നോക്കി രാമയ്യൻ ദളവ ശ്രീചക്രം എടുത്ത് വട്ടിയിലാക്കി അതിൻ്റെ മീതെ പൂക്കളും വാരിയിട്ട് തലയിൽ വെച്ച് പതിവ് പോലെ കോട്ടവാതിൽക്കൽ എത്തി. പട്ടാളക്കാരെ വിളിച്ച്, ഇതാ ശ്രീചക്രം ഞാൻ കൊണ്ടുപോകുന്നു, ഇത്രനാളും പറഞ്ഞതുപോലെയല്ല, ഇന്ന് സത്യമായിട്ടും ശ്രീചക്രം എൻ്റെ വട്ടിയിലുണ്ട് എന്ന് പറഞ്ഞു. എന്നാലും ഇയാൾ പതിവ് പോലെ ഭ്രാന്ത് പറയുകയാണ് എന്ന് വിചാരിച്ച് പട്ടാളക്കാർ ചിരിച്ചുകൊണ്ട് എന്നാൽ കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞതല്ലാതെ രാമയ്യനെ പിടിക്കുന്നതിനോ വട്ടി പരിശോധിക്കുവാനോ തയ്യാറായില്ല. രാമയ്യൻ പിന്നെ രാജാവിരിക്കുന്ന മാളികയുടെ ചുവട്ടിലും ചെന്ന് നിന്നു പതിവ് പോലെ വിളിച്ചു പറഞ്ഞു. അത് കേട്ടിട്ട് രാജാവും ചിരിച്ചുകൊണ്ടിരുന്നതേ ഉള്ളൂ. ഉടനെ രാമയ്യൻ നേരെ തെക്കോട്ട് വെച്ചടിച്ചു. കുറച്ചു സമയം കഴിഞ്ഞു. പൂജാരി തേവാരപ്പുരയിൽ ചെന്ന നേരത്ത് അവിടെ ശ്രീചക്രം കണ്ടില്ല. അയാൾ പരിഭ്രമിച്ചു. കാവൽ നിന്നിരുന്ന പട്ടാളക്കാരെ വിവരവും അറിയിച്ചു. അപ്പോഴേക്കും അവിടെ വലിയ ബഹളമായി. സംഗതി രാജാവ് അറിഞ്ഞു. ഭ്രാന്തനെ അന്വേഷിച്ചു പിടിക്കാൻ രാജഭടന്മാർ എല്ലാ ദിക്കിലേക്കും ഓട്ടം തുടങ്ങി. എന്നാൽ ഭ്രാന്തൻ വേഷം മാറി പമ്പ കടന്നു. ഭടന്മാരെല്ലാം ഇച്ഛാഭംഗത്തോടുകൂടി മടങ്ങിപ്പോന്നു. ഭ്രാന്തനെ എങ്ങും കാണാനില്ല എന്ന് രാജസന്നിധിയിൽ അറിയിച്ചു. ആ ശ്രീചക്രം പോയതിനാൽ രാജാവിനും രാജ്യവാസികൾക്കും വളരെ മനസ്താപമുണ്ടായി. അവിടെ പിന്നെയും പല വിധത്തിൽ അതിനെപ്പറ്റി അന്വേഷണങ്ങൾ നടത്തി. ഒരു തുമ്പും കിട്ടിയില്ല. അധികം താമസിയാതെ കായംകുളം രാജ്യം തിരുവിതാംകൂറിൽ ചേരുകയും ചെയ്തു. ആ ശ്രീചക്രം ഇപ്പോഴും തിരുവനന്തപുരത്തെ തേവാരപ്പുരയിൽ ഇരിക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിന്ദുസ്ഥിതേ ബിന്ദുകലൈകരൂപേ ബ്രഹ്മാത്മികേ ബ്രഹ്മിതചിത്പ്രകാശേ
ബൃഹത് കുജാഭോഗവിലോലഹാരേ ബൃഹത് പ്രഭാവേ വരദേ നമസ്തേ. ബിന്ദുസ്ഥിതേ, ബിന്ദുവിൽ സ്ഥിതി ചെയ്യുന്ന അമ്മേ, അവിടേക്ക് നമസ്കാരം. ബിന്ദു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രീചക്രത്തിൻ്റെ കേന്ദ്രമായ സർവാനന്ദമയ ചക്രം എന്ന ഭാഗത്തെയാണ്. ശ്രീചക്രത്തിൻ്റെ ഈ മധ്യഭാഗത്തായിട്ടാണ് ലോകമാതാവായ ജഗദംബികാദേവി, ശ്രീ മഹാലളിതാ ത്രിപുരസുന്ദരീ ദേവി മഹാകാമേശ്വര ഭഗവാന്റെ മടിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് വാണരുളുന്നത്. സർവാനന്ദമയ ചക്രം എന്ന ശ്രീചക്രത്തിൻ്റെ മധ്യഭാഗത്തായി മഹാകാമേശ്വര ഭഗവാന്റെ മടിയിൽ വിരാജിക്കുന്ന അമ്മേ ദേവി, എൻ്റെ അമ്മയ്ക്ക് നമസ്കാരം. ബിന്ദു കലയിക രൂപേ, ബിന്ദുവും കലയും ഏകരൂപമായ അമ്മയ്ക്ക് നമസ്കാരം. ബിന്ദു എന്ന പദം ബ്രഹ്മത്തെയും കല ബ്രഹ്മത്തിൻ്റെ അംശമായ ജീവാത്മാവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ബ്രഹ്മവും ജീവനും തമ്മിലുള്ള ഐക്യം തന്നെയാണ് അമ്മ. ബ്രഹ്മിത ചിത് പ്രകാശേ, വർദ്ധിച്ച ചിത് പ്രകാശം രൂപമായ അമ്മയ്ക്ക് നമസ്കാരം. ബൃഹത് കുജാഭോഗ വിലോലഹാരേ, വലിയ കുജങ്ങളുടെ വിസ്തൃതിയിൽ ഇളകുന്ന മാലകൾ അണിഞ്ഞിട്ടുള്ള അമ്മേ ദേവി, അവിടേക്ക് നമസ്കാരം. ബൃഹത് പ്രഭാവേ, വർദ്ധിച്ച പ്രഭാവം ഉള്ള അമ്മേ, അമ്മയ്ക്ക് നമസ്കാരം. വരദേ, വരം നൽകുന്ന അമ്മേ, അമ്മയ്ക്ക് നമസ്കാരം. ചിത്ത് എന്ന ശുദ്ധമായ ജ്ഞാനത്തിൻ്റെ രൂപത്തോടു കൂടിയവൾ അഥവാ ചിത്ത് എന്ന ഒരേ ഒരു ചൈതന്യ സ്വരൂപത്തോടു കൂടിയവൾ എന്നിങ്ങനെ അർത്ഥം വരുന്ന ഒരു മന്ത്രമാണ് ചിദേകരസ്വരൂപിണി എന്നത്. ലളിതാ സഹസ്രനാമത്തിലെ 364 മന്ത്രമായി വശിന്യാദി വാഗ്ദേവതകൾ നമുക്ക് നൽകുന്ന മന്ത്രമാണ് ഇത്. സത് ചിത് ആനന്ദം, ഇതാണ് പരബ്രഹ്മം. ചിത്ത്, വിജ്ഞാനം, ആനന്ദം എന്നിവയാണ് ധർമ്മങ്ങൾ. അമ്മയുടെ സ്വരൂപം ഈ ധർമ്മങ്ങൾ തന്നെയാണ്. ഏകരസം എന്ന പദം കൊണ്ട് ചിത്തിൽ നിന്നും ഭിന്നതയില്ലാത്ത സ്ഥിതിയെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് വിശേഷജ്ഞാനത്തിൽ നിന്നും അഭിന്നമായ രൂപം ഉള്ളവൾ. അതായത് വിശേഷജ്ഞാനം തന്നെ അമ്മയാണ്. ചിദ്രൂപയാണ് അമ്മ. അമ്മയിൽ നിന്നും ഭിന്നമല്ലാത്ത ധർമ്മത്തോട് കൂടിയവൾ, ധർമ്മസ്വരൂപിണി. ഓം ചിദേകരസ്വരൂപിണ്യൈ നമഃ. ഓം ഓം ഹ്രേം ചിദേകരസ്വരൂപിണ്യൈ നമഃ. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ എന്നിവരുടെയൊക്കെ ആനന്ദം എല്ലാം കൂടി ചേർത്തു വച്ചാലും അമ്മയുടെ ആനന്ദത്തിൻ്റെ ഒരു കണിക മാത്രമേ ആകുന്നുള്ളൂ. ഈ സത്യത്തെ ഭക്തർക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു നാമമന്ത്രമാണ് അടുത്തതായി വാഗ്ദേവതകൾ നമുക്ക് സമ്മാനിക്കുന്നത്. സ്വാത്മാനന്ദലവീഭൂത ബ്രഹ്മാദ്യാനന്ദസന്തതി. സ്വാത്മാനന്ദത്തിൻ്റെ ലവീഭൂതം മാത്രമായ ബ്രഹ്മാദ്യാനന്ദങ്ങളോടുകൂടിയവൾ. ലവീഭൂത എന്ന ശബ്ദത്തിന് അതിൽ നിന്നും ഉണ്ടായ എന്നാണ് അർത്ഥം. ആനന്ദ സന്തതി എന്നതിൻ്റെ അർത്ഥം ആനന്ദത്തിൻ്റെ തുടർച്ചയായ പ്രവാഹം അഥവാ ആനന്ദത്തിൻ്റെ കൂട്ടം എന്നും അർത്ഥം വരുന്നു. അമ്മയുടെ ആത്മാനന്ദത്തിൻ്റെ കണികകളായിത്തീർന്ന ബ്രഹ്മാദ്യാനന്ദങ്ങളുടെ കൂട്ടത്തോട് അഥവാ പ്രവാഹത്തോട് കൂടിയവൾ. അമ്മയുടെ ഉപാസന കൊണ്ടാണ് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നിവർക്ക് ആത്മാനന്ദാനുഭൂതി കിട്ടുന്നത്. ആ ആത്മാനന്ദാനുഭൂതിയോടു കൂടിയവൾ എന്നാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങളെല്ലാം നിർവഹിക്കുന്ന
ഈ ദേവന്മാർക്കുള്ള ആനന്ദത്തെ അമ്മയുടെ ആനന്ദവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ ആനന്ദം എല്ലാം കൂടി ചേർത്തു വച്ചാൽ അമ്മയുടെ ആനന്ദമാകുന്ന മഹാസമുദ്രത്തിലെ ഒരു തുള്ളി മാത്രമേ ആകുന്നുള്ളൂ. ദുഃഖം, ക്ലേശം, കാമക്രോധാദികൾ, മതമത്സരാദികൾ എന്നിവയുടെ അല്പം പോലും സ്പർശമില്ലാത്ത സന്തോഷമാണ് ആനന്ദം. ഒരു വ്യക്തിയുടെ ജീവിതചര്യയ്ക്കും ഭൗതികമായ സാഹചര്യത്തിനും അനുസരിച്ച് ആനന്ദത്തിൻ്റെ അളവിനും മാറ്റം വരും. അമ്മയെ പിരിഞ്ഞ് കരയുന്ന കുട്ടിക്ക് ആനന്ദം അമ്മയുടെ ദർശനമാണ്. വിശക്കുന്നവൻ്റെ ആനന്ദം ആഹാരമാണ്. രോഗിക്ക് രോഗശമനമാണ് ആനന്ദം. ധനലബ്ധിയാണ് ദരിദ്രന് ആനന്ദമാകുന്നത്. ഇവയെല്ലാം നോക്കിയാൽ അല്പനേരത്തേക്ക് മാത്രമേ ആനന്ദം എന്ന തോന്നൽ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കാം. സ്വയം തൃപ്തനാവുകയും ഈ പ്രപഞ്ചം തൻ്റെയും താൻ ഈ പ്രപഞ്ചത്തിൻ്റെയും പ്രതിരൂപമാണ് എന്ന് അറിയുകയും ഈ പ്രപഞ്ചത്തിന് ആധാരമായ പരമമായ ശക്തിയും താനും ഒന്നാണ് എന്ന തത്വജ്ഞാനം ഉണ്ടാവുകയും ചെയ്യുന്ന ജ്ഞാനിയുടെ ആനന്ദം അവിദ്യ അല്പം പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒന്നാണ്. ചിദാനന്ദം, ജ്ഞാനാനന്ദം എന്നൊക്കെ ഈ ആനന്ദത്തിന് പേരുണ്ട്. അനുഭവിക്കുന്ന വ്യക്തിയുടെ മഹത്വം അനുസരിച്ച് ആനന്ദത്തിൻ്റെ സ്വരൂപവും മാറുന്നു. സമസ്ത പ്രപഞ്ചത്തിനും ആധാരമായ പരാശക്തിക്ക് ആനന്ദമായി ഏതവസ്ഥയെ വിവരിക്കണം എന്ന് പറയുവാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ സ്വാത്മാനന്ദം എന്ന പദത്തിന് അമ്മയുടെ രൂപമായ ആനന്ദം എന്ന് അർത്ഥം പറയാവുന്നതാണ്. അമ്മ തന്നെ ആനന്ദമാണ്, ആനന്ദസാഗരമാണ് അവിടുന്ന്. ആനന്ദത്തിൻ്റെ കണികകൾ മാത്രമാണ് ബ്രഹ്മാദികളുടെ ആനന്ദത്തിൻ്റെ കൂട്ടം. സന്തതി എന്ന പദത്തിന് കൂട്ടം എന്നും അർത്ഥമുണ്ട്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരുടെ ആനന്ദത്തിൻ്റെ സമൂഹം അമ്മയുടെ രൂപമാകുന്ന ആനന്ദസാഗരത്തിലെ ചെറിയ തുള്ളി മാത്രമാണ്. അമ്മ ചിദാനന്ദ സ്വരൂപിണിയാണ്. അതിൻ്റെ അല്പമാത്രമുള്ള അംശങ്ങളാണ് അഥവാ കണികകൾ കൊണ്ടാണ് ബ്രഹ്മാദിദേവകൾ ആനന്ദരൂപികളായി മാറുന്നത്. അമ്മയാകുന്ന ആനന്ദത്തിൻ്റെ ഏതാനും തുള്ളികൾ മാത്രമാണ് ബ്രഹ്മാദികൾക്ക് പോലും ലഭിക്കുന്നത്. അതുകൊണ്ട് അമ്മയിൽ അഭയം തേടുന്നവർക്ക് കിട്ടുന്ന ആനന്ദത്തിൻ്റെ അളവ് എങ്ങനെയാണ് എത്രയെന്ന് പറഞ്ഞറിയിക്കുവാൻ കഴിയുക? ഓം സ്വാത്മാനന്ദലവീഭൂത ബ്രഹ്മാദ്യാനന്ദസന്തത്यै നമഃ. ഓം ഓം ഹ്രീം സ്വാത്മാനന്ദലവീഭൂത ബ്രഹ്മാദ്യാനന്ദസന്തത്यै നമഃ. അനന്തമായ ആനന്ദമഹാസാഗരത്തിൽ ആറാടി അമ്മയിൽ ലയിച്ചു ചേരാൻ പ്രാപ്തമാക്കുന്ന ഒരു മഹാമന്ത്രമാണിത്. ഭക്തരുടെ എല്ലാ അഭീഷ്ടങ്ങളും സാധ്യമാക്കി നൽകുന്നതും അമ്മയ്ക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രം വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടിയുറച്ച ഭക്തിയും അമ്മയോടുള്ള സ്നേഹവുമുണ്ടെങ്കിൽ ഒരേ ഒരു പ്രാവശ്യം ജപിക്കുന്നതിലൂടെ ആഗ്രഹങ്ങൾ സാധ്യമായിത്തീരും. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ പൂർണ്ണമായും മനസ്സിനെ അമ്മയിലേക്ക് തിരിച്ചുവിടുക. മനസ്സ് അല്പമെങ്കിലും ശാന്തമാകുമ്പോൾ അമ്മയുടെ ദിവ്യമായ രൂപം മനസ്സിൽ നിറഞ്ഞു കവിയുമ്പോൾ ആനന്ദത്തിൻ്റെ അമൃതധാര പ്രവഹിക്കുകയായി. ഈ സമയം അമ്മയുടെ തൃപ്പാദപത്മങ്ങളിൽ ഒരു പ്രാവശ്യം എങ്കിലും ഈ നാമമന്ത്രം കൊണ്ട് അർച്ചന നടത്തുക. അതൊന്നു മാത്രം മതി ഏതു വലിയ പ്രതിസന്ധിയിൽ നിന്നും രക്ഷ നേടുവാൻ. ആഗ്രഹം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തീർച്ചയായും അവ സാധ്യമാവുക തന്നെ ചെയ്യും. അമ്മയുടെ അനുഗ്രഹം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട്
നിർത്തുന്നു. നന്ദി, നമസ്കാരം.